ഹലോ വെൽക്കം ബാക്ക് ടു ബിയോണ്ട് ദ വോയിസ്. നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പുറകെ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ അയണിക് 9 എന്ന് പറയുന്നത്. ഇത് കിയ EV9 ഒക്കെ ഒരു ഒരു സെയിം ലെവൽ കോമ്പറ്റീറ്റർ ആയിട്ട് വരും. കോമ്പറ്റീറ്റർ എന്നല്ല, സെയിം പ്ലാറ്റ്ഫോം സെയിം സാധനങ്ങൾ എല്ലാം ഡിസൈനിൽ മാത്രം ചെറിയ ഡിഫറൻസ് വരുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു അയണിക് 9 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ കൂടുതൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റൈലിംഗ് തന്നെ നമുക്ക് തുടങ്ങാം. നമ്മളിപ്പോൾ ഹുണ്ടായിൽ ഏത് വണ്ടികളിൽ എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു മെട്രിക് സ്റ്റൈലിംഗ് ഉള്ള ഒരു ഡിസൈനാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഡേ ടൈം റണ്ണിങ് ലാമ്പ് നമുക്ക് ഇതേപോലെ മെട്രിക് സ്റ്റൈലിങ്ങിലാണ് വരുന്നത്. ഒരു ക്ലിയർ കട്ട് ഡിസൈനിൽ അല്ലെ ക്രിസ്റ്റൽ എലമെന്റോടെയുള്ള ആ ഒരു സെറ്റപ്പിലാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈനിങ് വരുന്നത്. താഴോട്ട് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ പ്രൊജക്ട് ഹെഡ്ലാമ്പ് യൂണിറ്റ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഏകദേശം ഒരു എത്ര വരും, ഒരു 10 പ്രൊജക്ട് ഹെഡ്ലാമ്പ് ചെറിയ യൂണിറ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള വലിയൊരു യൂണിറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇപ്പുറത്തോട്ടൊക്കെ വരുമ്പോൾ തന്നെ ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ഫ്രണ്ട് പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ പറ്റും. 360 ഡിഗ്രി ക്യാമറാസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഹ്യുണ്ടായിൻ്റെ ലോഗോസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മൊത്തത്തിലൊരു ഗ്ലാസി ഡിസൈനാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അതുപോലെ ഈ സൈഡ് വീലാർസിലേക്കൊക്കെ വരുമ്പോഴത്തേന് ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു വീലാർസാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അത് ഒന്ന് എടുത്ത് നിൽക്കാൻ വേണ്ടി ഇവിടെ ഒരു എലമെന്റ് ഒക്കെ കൊടുത്ത് വളരെ വൃത്തിയായിട്ട് തന്നെ അത് കീപ്പ് ചെയ്തേക്കുന്ന കാണാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ വീലിലേക്കൊക്കെ വരുമ്പോഴത്തേന് 285 45 R21 ആണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ വരുന്നത്. അതിൻ്റെ ആ ഒരു അലോയിൻ്റെ ഡിസൈനൊക്കെ ആണെങ്കിലും വളരെ പ്രീമിയം ആയിട്ടുള്ളൊരു ഒരു സ്റ്റാർ സൂര്യൻ്റെ ഒക്കെ ഒരു ആ ഒരു സ്റ്റൈലിങ്ങിലുള്ള ഒരു ഡിസൈനാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. സൈഡിലേക്ക് വരുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സൈഡ് മിറേഴ്സ് ഒക്കെ ആണെങ്കിൽ ആ ഒരു ബോഡി കളേർഡ് ആയിട്ടുള്ള ഒരു സൈഡ് വ്യൂ മിറേഴ്സ് ഒക്കെയാണ് വരുന്നത്. അതുപോലെ ഫ്ലഷ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഫ്ലഷ് ഹാൻഡിൽസ് അത് ഓട്ടോമാറ്റിക് ഫ്ലഷ് ഹാൻഡിൽസ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് രണ്ട് സൈഡിലും നമുക്ക് ഒരു ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ആ ഒരു ഫ്ലഷ് ഹാൻഡിൽസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ അയണിക് 9 നമുക്ക് ഈ ഒരു ബാക്കിലേക്കൊക്കെ വരുമ്പോഴത്തേനും ഒരു ഒരു കുറച്ചും കൂടി ഒരു റൗണ്ടിഷ് ആയിട്ടുള്ള ഒരു സ്റ്റൈലിംഗ് ആണ് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് കിട്ടുന്നത്. മൊത്തത്തിൽ ആ ഒരു മെട്രിക്സ് ലൈൻ ഇവിടുന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ആ ബ്രേക്ക് ലാമ്പ് യൂണിറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഇപ്പുറത്തൂടെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിലൊരു ഗ്ലാസി ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മുടെ ഈ ഒരു അയണിക് 9 വരുന്നത്. അതിൻ്റെ ആ ബാഡ്ജിങ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും. ആ ഹുണ്ടായിൻ്റെ ബാഡ്ജിങ് നമുക്ക് ഇതിനകത്ത് ആ ഗ്ലാസിൻ്റെ അകത്ത് നമുക്ക് എൻഗ്രേവ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഇവിടെ ഒരു ക്യാമറ വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും വേറൊരു ക്യാമറയും കൂടെ വരുന്നുണ്ട്. അത് നമുക്ക് റിയർ വ്യൂ മിറേഴ്സിൻ്റെ ക്യാമറാസ് കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമ്മൾ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഇലക്ട്രോണിക്കലി നമുക്ക് ഈ ഒരു ബൂട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം നല്ലൊരു സ്പേസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 2-3 പെട്ടിയൊക്കെ സുഖമായിട്ട് ഇവിടെ വെക്കാൻ പറ്റുന്ന സ്പേസ് വരുന്നുണ്ട്. നമ്മൾ ഈ തേർഡ് റോ പൊക്കി വെച്ച് കഴിഞ്ഞാൽ പോലും അത്യാവശ്യം നല്ല സ്പേസ് വരുന്നുണ്ട്. ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് LED ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പുറത്ത് വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് എമർജൻസി അകത്ത് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. 12 വോട്ടിൻ്റെ ഒരു സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇപ്പുറത്തേക്കൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ 125 വാട്ട്സിൻ്റെ ഒരു ഔട്ട്പുട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് സെക്കൻഡ് റോയും തേർഡ് റോ ഒക്കെ നമുക്ക് ഇലക്ട്രോണിക്കലി നമുക്ക് പൊക്കുകയും താത്തും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. തേർഡ് റോ നമുക്ക് ഇതേപോലെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇലക്ട്രോണിക്കലി ഇതിങ്ങനെ പൊന്തി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഇലക്ട്രോണിക്കലി നമുക്കിത് ക്ലോസ് ചെയ്യാനും പറ്റും. മൊത്തത്തിലൊരു ഗ്ലാസി ഫിനിഷാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൊത്തത്തിലൊരു ഗ്ലാസി ഫിനിഷാണ് നമുക്ക് ഈ ഒരു അയണിക് 9 നമുക്ക് ബാക്കിൽ നിന്നാണെങ്കിൽ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നമുക്ക് കിട്ടുന്നത്. ഈ ഡോർ പാഡിലൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ വിൻഡോ റോൾ ചെയ്യാനുള്ള ബട്ടണും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ നമുക്കിതിനകത്ത് മെമ്മറി സീറ്റ്സ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇതൊരു വൈറ്റ് പ്രീമിയം ആയിട്ടാണ് നമ്മളിത് കീപ്പ് ചെയ്തേക്കുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. അതിനകത്ത് ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ക്രൂയിസ് കൺട്രോളിൻ്റെ ബട്ടൺ കാണാൻ പറ്റും. അതുപോലെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം കൺട്രോൾസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2 വലിയ സ്ക്രീനുകളാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഒരു 12.3 ഇഞ്ചിൻ്റെ 2 സ്ക്രീൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. വളരെ സ്നാപ്പി ആയിട്ടുള്ള നമുക്ക് സ്ക്രീൻ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണെങ്കിലും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം രണ്ടും അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ നമുക്ക് ഇതിനകത്താണ് വരുന്നത്. നമുക്ക് ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ആ ഒരു ഗിയർ സെലക്ടേഴ്സ് വരുന്നത് ഇവിടെയായിട്ടാണ് നമുക്ക് ആ ഒരു ഗിയർ സെലക്ടേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒരു നടുക്കോട്ട് വരുമ്പോഴത്തേനും നമുക്കിവിടെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു സിസ്റ്റം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. താഴോട്ട് വരുമ്പോഴത്തേനും USB-ൻ്റെ കളിയാണ് ഇഷ്ടം പോലെ. നമുക്ക് 3 USB Type-C നമുക്ക് ആ ഒരു ചാർജിങ് പോർട്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെയായിട്ട് നമുക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ 12 വോൾട്ടിൻ്റെ നമുക്ക് ചാർജിങ് സോക്കറ്റ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഇവിടെ വരുന്നുണ്ട്. നമുക്കിവിടെ ഇൻഡക്ഷൻ ചാർജിങ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്ക് ഇൻഡക്ഷൻ ചാർജിങ് വരുന്നുണ്ട്. ഇപ്പുറത്തോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഡ്രൈവ് മോഡ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ആ ഒരു ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു പാർക്കിംഗ് ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും.
ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ആംറസ്റ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ള ഒരു ആംറസ്റ്റ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഈ പാസഞ്ചർ സൈഡിലൊക്കെ വരുമ്പോഴത്തേനും നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ വളരെ പ്രീമിയം ആയിട്ട് തന്നെ അതും കീപ്പ് ചെയ്തേക്കുന്നതാണ്. ആംബി ലൈറ്റും കൂടെ ഒക്കെ വന്നതുകൊണ്ട് മൊത്തത്തിൽ ആ ഒരു സെറ്റപ്പ് നമുക്ക് ഇതിനകത്ത് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് ബോസ് മോഡ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്ലോ ബോക്സ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ലൊരു ഗ്ലോ ബോക്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്കിത് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ റിക്ലൈൻ ചെയ്യണ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്ലൈൻ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേനും നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫുൾ വൈറ്റ് ആയിട്ടുള്ള ആ ഒരു അതേ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെയും വരുന്നത്. നമുക്ക് ഇതിനകത്ത് സൺവൈസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സൺവൈസർ ഒക്കെ നമുക്ക് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ട് ആയിട്ട് അകത്തിരിക്കാൻ പറ്റും. അകത്തോട്ട് കയറുമ്പോൾ നല്ലൊരു എന്താ പറയുക ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ സൈഡിലൊക്കെ ആയിട്ട് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ വെള്ളയിൽ ആ ഒരു ബ്ലൂവും കൂടെ വന്ന് കഴിയുമ്പോഴത്തേനും വളരെ പ്രീമിയം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് സെക്കൻഡ് റോയിലാണെങ്കിൽ നമുക്ക് കൂൾഡ് ആൻഡ് ഹീറ്റഡ് സീറ്റ്സ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അതിൻ്റെ ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ആ ഒരു ബട്ടൺ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്തും വരുന്നുണ്ട്. അതുപോലെ സീറ്റിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു സ്പേസ് വരുന്നുണ്ട്. നമുക്ക് ഫോൾഡർ ഫയൽ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ഇവിടെ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ക്യാപ്റ്റൻ സീറ്റാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ആ ഒരു എന്താ പറയുക സീറ്റിന് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ലെവലാണ്. നമുക്ക് ഇതിൻ്റെ ഒരു ലെതറൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഡിസൈനും കാര്യങ്ങളൊക്കെ വളരെ പ്രീമിയം ആയിട്ട് തന്നെയാണ് ഇവർ കീപ്പ് ചെയ്തേക്കുന്നത്. ഇവിടെ നമുക്ക് ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സീറ്റ്സ് ആണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. നമുക്ക് ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തേർഡ് റോയിലേക്ക് നമുക്ക് പോകാനും പറ്റും. ഈ ഒരു 2026 അയോണിക് 9 നമുക്ക് ആ ഡീറ്റെയിൽസ് പെർഫോമൻസിലേക്ക് വരുമ്പോഴത്തേനും ഇത് കാണുന്ന പോലെ തന്നെ 110 kW നമുക്ക് ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ 800 watts നമുക്ക് അൾട്രാ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. 5000 LB നമുക്ക് ടോയിങ് കപ്പാസിറ്റി വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചറിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരുപാട് നമുക്ക് ഫോർവേഡ് കൊലീഷനും അതുപോലെ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെയും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോഴത്തേനും ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള നമ്മുടെ ഈ ഒരു അയോണിക് 9 വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.